നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി കുറേ നാളുകളായി ഇറാനെ ആക്രമിക്കുകയാണ്. വലിയ സൈനിക നടപടിയാണ് ഇറാനിൽ അവർ നടത്തിവരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖമീനിയെ ഇവർ വധിക്കുന്നു. അതിനുശേഷം ചുമതലയേറ്റ അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖമീനിയെയും വധിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന. അദ്ദേഹത്തിന് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും കനത്ത നാശനഷ്ടം അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വരുത്തിയിരിക്കുകയാണ്. പക്ഷെ അതിനുശേഷവും ഇറാൻ പിടിച്ചു നിൽക്കുന്നു. അയത്തുള്ള ഖമീനിയുടെ വധത്തിന് ശേഷവും ഇറാൻ അതിന് പിൻഗാമിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിൻഗാമിയെ നിശ്ചയിച്ചുകൊണ്ട് പോരാടുക തന്നെയാണ്. ഇറാൻ ആകട്ടെ ഗൾഫ് മേഖലകളിലേക്കും മറ്റും ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടുമിരിക്കുന്നു. ഏതാണ്ട് 4-5 ആഴ്ചയോളം വേണ്ടിവരും ഈ സൈനിക നടപടി അവസാനിപ്പിക്കാൻ എന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ അങ്ങനെയാണ്. ഒരുപക്ഷെ അതിന് നേരത്തെയോ അല്ലെങ്കിൽ അതിനുശേഷം റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കുന്നത് പോലെ അത് നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കുറഞ്ഞത് 4-5 ആഴ്ചകൾ ഇതിനു വേണ്ടി വരും, ഈ സൈനിക നടപടി അവസാനിക്കാൻ വേണ്ടി വരും എന്ന് അമേരിക്ക തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു യുദ്ധം, ഇങ്ങനെ ഒരു സംഘർഷം പശ്ചിമേഷ്യയിൽ നടക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് മറ്റൊരു യുദ്ധം ആരും അറിയാതെ ശക്തി പ്രാപിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും മാധ്യമ റിപ്പോർട്ടുകളും ഇപ്പോൾ വളരെ കുറവാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച റഷ്യ-യുക്രൈൻ സംഘർഷം അത് ഇപ്പോഴും കനത്ത രീതിയിൽ തന്നെ തുടരുകയാണ്. യുക്രൈനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമാണ്. പക്ഷേ റഷ്യയ്ക്ക് മേൽ ഉപരോധങ്ങളും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ട് യുക്രൈനെതിരെ അല്ലെങ്കിൽ യുക്രൈനു മേൽ നടത്തുന്ന അധിനിവേശം ഇല്ലാതാക്കാൻ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലേക്കടക്കം ഒരു സെക്കൻഡറി സാങ്ഷൻ അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഏർപ്പെടുത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് അത് ഇറാൻ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് ഏതാണ്ട് നിർത്തിയിരിക്കുകയാണ്. ചൈനീസ് കപ്പലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അതുവഴി സഞ്ചാര സ്വാതന്ത്ര്യമുള്ളത്. ഇന്ത്യൻ കപ്പലുകൾക്കും കടന്നു പോകാം എന്ന് ഇറാൻ പറയുന്നുണ്ട്. എങ്കിലും ഇറാൻ അപകടകരമായ രീതിയിൽ ആ മേഖലയിൽ മൈനുകളടക്കം വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുവഴി കപ്പൽ ഗതാഗതം ഏതാണ്ട് ഈ ഘട്ടത്തിൽ അസാധ്യമാണ്. അമേരിക്കയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് അമേരിക്ക സൈനിക നടപടി നടത്തുകയാണ്. നിരവധി ഇറാൻ കപ്പലുകളെ ആക്രമിച്ചുവെന്നും മൈനുകൾ സ്ഥാപിക്കുന്നത് തടഞ്ഞുവെന്നുമൊക്കെ അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗതം ഇപ്പോൾ താറുമാറായിട്ടുണ്ട്, ഏതാണ്ട് സ്തംഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കപ്പൽ നീക്കങ്ങളിൽ 1/5 നടക്കുന്നത് ഇതുവഴിയാണ്. ഇതുവഴിയുള്ള എണ്ണ നീക്കങ്ങൾ അത് വളരെയധികം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുവഴി എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യ പോലെയുള്ള മറ്റു രാജ്യങ്ങളെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. മാത്രമല്ല അമേരിക്ക ഉപരോധത്തിൽ ചില ഇളവുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണയുടെ ഡിമാൻഡ് അത് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിലാണ് റഷ്യ എണ്ണ നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് കുറേയധികം മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് റഷ്യ നൽകുന്ന എണ്ണയുടെ വില വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ആഗോള സാഹചര്യം കണക്കിലെടുത്തും മറ്റു രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വേണ്ടി സമീപിക്കുന്നത് കൊണ്ടും റഷ്യയുടെ എണ്ണയുടെ ഡിമാൻഡ് അത് ഉയരുകയാണ്. ആ ഉയരുന്നതിനനുസരിച്ച് റഷ്യൻ എണ്ണയുടെ വിലയും കൂടുകയാണ്. റഷ്യയ്ക്ക് ഇത് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയുമാണ്. യുക്രൈനുമായുള്ള സംഘർഷത്തിന് ആവശ്യത്തിന് കാശ് അല്ലെങ്കിൽ ആവശ്യത്തിന് പണം ഇതിലൂടെ റഷ്യയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല എപ്പോഴും അമേരിക്കയാണ് യുക്രൈനെ സഹായിച്ചു പോന്നിരുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അതായത് പശ്ചിമേഷ്യയിൽ സംഘർഷം നടക്കുന്നത് കാരണം അമേരിക്കയ്ക്ക് യുക്രൈനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതിൻ്റെ ഒരു രീതി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ ആക്രമണം തന്നെ റഷ്യ ഇപ്പോൾ യുക്രൈനു മേൽ നടത്തുന്നുണ്ട് എന്നും ഈ പറയുന്ന 5 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ യുക്രൈനെ പാഠം പഠിപ്പിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുമോ എന്നാണ് ഇപ്പോൾ അവർ ഏവരും ഉറ്റുനോക്കുന്നത്. ആ രീതിയിൽ അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ മറ്റൊരു യുദ്ധം കൂടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് ശക്തമായി തന്നെ നടക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.